പൊടിയും ഗന്ധവും അകറ്റി വീട്ടിലുള്ള അന്തരീക്ഷത്തെ ആരോഗ്യകരമാക്കുവാൻ ചില ഉപായങ്ങൾ സഹായിക്കും. അവ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യമായി അനാവശ്യ സാധനങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. വീട്ടിൽ സാധനങ്ങൾ എത്രത്തോളം അലങ്കോലമായി കാണപ്പെടുന്നുവോ അത്രത്തോളം തന്നെ അഴുക്കും പൊടിയും കുമിഞ്ഞുകൂടും. പൊടി അടിക്കുമ്പോൾ മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് പൊടി അടിക്കുവാൻ ശ്രദ്ധിക്കുക. പൊടി അടിച്ച ശേഷം തറയിലിട്ടിരിക്കുന്ന പരവതാനിയിലെ പൊടി കൂടി നീക്കം ചെയ്യുക. അവയെ വാക്യൂം ഉപയോഗിച്ച് നീക്കം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ചെയ്യും. പൊടി, ഗന്ധം ഇവയെ തടയുക. അതിനായി 10-15 മിനിറ്റ് ജനലുകൾ തുറന്നിടുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും നല്ല സുഗന്ധപൂരിതമാക്കുവാനും ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചില മാർഗങ്ങൾ കൈക്കൊള്ളണം. പൊടി അടിക്കുന്ന പരിപാടി എപ്പോഴും ഏറ്റവും ഉയരമുള്ള വീട്ടുപകരണങ്ങൾ നിലനിൽക്കുന്ന മുറിയുടെ മുകളിൽ നിന്നും തുടങ്ങി താഴേക്ക് ചെയ്യുക. ഷെൽഫുകളും ഉറപ്പേറിയ മറ്റ് പ്രതലങ്ങളും വൃത്തിയാക്കുവാൻ ഉണങ്ങിയ തുണിയെ അപേക്ഷിച്ച് ഈർപ്പമുള്ള ഡസ്റ്ററോ തുണിയോ ആണ് നല്ലത്. കാരണം മുറിയിലൂടെ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാതെ തടയുവാൻ ഇത് സഹായിക്കും. ചുവർ ചിത്രങ്ങളിലെയും ചായം പൂശിയ മറ്റ് കലാവിരുതുകളിലെയും പൊടി അകറ്റുവാൻ ഈർപ്പമില്ലാത്ത റബ്ബർ സ്പോഞ്ച് ഉപയോഗിക്കാം. മിനുസമാർന്ന ചിത്രപ്പണികളും ചുവരിൽ വിളമ്പ് പിടിച്ചിരിക്കുന്ന കലാവിരുതുകളും വൃത്തിയാക്കുവാൻ വീര്യം കുറഞ്ഞ ബ്രഷുകളും ഉപയോഗിക്കാവുന്നതാണ്. തറവിരിപ്പുകളിലെയും പരവതാനികളിലെയും പൊടി അകറ്റുവാൻ വാക്യൂം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇക്കാര്യത്തിൽ ഹെപ്പ ഫിൽറ്ററുകൾ ഘടിപ്പിച്ച വാക്യൂമുകൾ പൊടിയുടെ ഏറ്റവും ചെറിയ കണിയെ പോലും വൃത്തിയാക്കുവാൻ ഏറ്റവും നല്ലതാണ്. മറവിരിപ്പുകളെയും ഇരിക്കുവാൻ ഉപയോഗിക്കുന്ന അപ്ഹോൾസ്റ്ററി ചെയ്ത വസ്തുക്കളെയും സംബന്ധിച്ച് വാക്യൂമിനെ താഴ്ന്ന ശക്തിയിൽ പ്രവർത്തിപ്പിച്ചും ബ്രഷ് ഉപയോഗിച്ചും വൃത്തിയാക്കുക. കമ്പ്യൂട്ടർ കീബോർഡ് പോലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ വൃത്തിയാക്കുവാൻ എയർ ഡസ്റ്ററോ അല്ലെങ്കിൽ കാനിസ്റ്ററുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇവ വിടവുകളിൽ നിന്നും കുഴികളിൽ നിന്നും പൊടിയെ അടിച്ചു കളയുവാൻ ഉപകാരപ്രദമാണ്. മുറിക്കകം മുഴുവൻ ഗന്ധം നിറയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സുഗന്ധമുള്ള എണ്ണകളും ഉപയോഗിക്കാം. കഴിയുന്നിടത്തോളം ജനാലകൾ പലപ്പോഴും തുറന്നിടുക. പൊടി തടയുന്നതിനും ദുർഗന്ധം അകറ്റുന്നതിനും വായുവിന്റെ ശുദ്ധി അത്യാവശ്യമാണ്. തണുത്ത കാലാവസ്ഥയിൽ നവോന്മേഷമുള്ള ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി 10-15 മിനിറ്റുകൾ ജനാലകൾ തുറന്നിടുക. വായു ശുദ്ധീകരിക്കുന്ന എന്തെങ്കിലും സംവിധാനത്തെ പരിഗണിക്കുക. പൂർണ്ണമായും ഫലപ്രദമാകുന്നതിന് വേണ്ടി അവയെ എല്ലാ മുറികളിലും സജ്ജീകരിക്കുക. വായു സഞ്ചാര മാർഗം, എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ഫിൽറ്ററുകളെ മാറ്റുക. കാരണം പൊടിയെ തടഞ്ഞു വെച്ച് ഇവ തിരികെ മുറിയിലേക്ക് തന്നെ അവ തള്ളിവിടും. പാചകം ചെയ്യുന്ന സ്ഥലത്തും ബാത്റൂമുകളിലും വായു വലിച്ചെടുക്കുന്ന ഫാനിനെ അഥവാ എക്സ്ട്രാക്ടർ ഫാനിനെ ഉപയോഗിക്കുക. പൊടി, ഗ്രീസ്, ഗന്ധം എന്നിവ അതിലൂടെ വലിച്ചെടുക്കപ്പെട്ട് പുറത്തേക്ക് കളയുന്നതാണ്. പരവതാനികളെ നന്നായി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ദുർഗന്ധം വന്നു കൂടുന്നതിനെ തടയുവാൻ വിദഗ്ധമായി ആവി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഷാമ്പു സ്ഥിരമായി ഉപയോഗിക്കുക. അലങ്കാര തുണിത്തരങ്ങളെ പൊടി കളയുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴുകാം. അതുകൂടാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവയെ ഡ്രൈ ക്ലീനിങ് ചെയ്യുവാനും കൊടുക്കുക. പൊടിയുടെയും അനാവശ്യ ഗന്ധത്തിന്റെയും ഏറ്റവും വലിയ സങ്കേതങ്ങളാണ് അപ്ഹോൾസ്റ്ററികളും പരവതാനികളും. അതുകൊണ്ട് ലെതർ ഉപയോഗിച്ചുള്ള സെറ്റുകൾ വീട്ടിൽ മാറ്റി സ്ഥാപിക്കുക. പരവതാനികൾക്ക് പകരം കട്ടിയുള്ള തറ പണിയുക. തുണി കൊണ്ടുള്ള മറവിരിപ്പുകൾക്ക് പകരം ബ്ലൈൻഡുകൾ ഉപയോഗിക്കുക. കഴിയുന്നിടത്തോളം കിടക്കയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റുക. ചവറ്റുകുട്ടകൾ നിറയുന്നത് വരെ കാത്തു നിൽക്കാതെ എന്നും പുറത്തു കൊണ്ടുപോയി തട്ടുക. വീട്ടിലെ പൊടി എന്ന് പറയുന്നത് മൃഗരോമങ്ങളും പരവതാനി നാരുക്കളും വസ്ത്രത്തിന്റെ നാരുകളും അകത്ത് വന്നുപെടുന്ന അഴുക്കുകളുമൊക്കെയാണ്. ശുദ്ധമായ പുതിയ വായുവിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാനായി ജനാലകൾ തുറക്കുമ്പോൾ പൂമ്പൊടിയും വായുവിൽ തങ്ങി നിൽക്കുന്ന അവശിഷ്ടങ്ങളും അകത്തേക്ക് കടക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ധാന്യമാവുകളുടെയും ചമയപ്പൊടികളുടെയും ഉറവിടം വീട്ടിനകത്ത് തന്നെ കാണാം. ഒരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും പൊടിയെ പൂർണ്ണമായും വീട്ടിൽ നിന്നും നീക്കം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട ചില മാർഗങ്ങൾ നന്നായി സഹായിക്കുന്നതാണ്. അത് എന്തൊക്കെ രീതികളാണെന്ന് നോക്കാം. രാജ്യത്തിലെ മിക്ക ഭാഗങ്ങളിലും ആരുടെയെങ്കിലും വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഷൂസുകൾ ഊരി മാറ്റുന്നത് നല്ലൊരു മര്യാദയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഷൂസ് ഇല്ലാതിരിക്കുക എന്ന ചിന്തയെ നിരസിക്കുന്ന ആളുകളുമുണ്ട്. വീട്ടിൽ പൊടിയുടെ 80% ഷൂസുകളുടെ അടിയിൽ നിന്നാണ് വീട്ടിൽ പ്രവേശിക്കുന്നത്. അതിനാൽ പാദരക്ഷകൾ കഴിവതും വീടിന് പുറത്തിടുവാൻ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് ചവിട്ടുമെത്തകൾ ഇടുക. ഇവ വീട്ടിലേക്ക് കയറുന്ന ആളുകൾക്ക് കാലിലെ പൊടിയും മറ്റും ചവിട്ടിക്കളഞ്ഞ് കയറുവാൻ സഹായിക്കുന്നതാണ്. 2 ദിവസം കൂടുമ്പോഴും ഈ ചവിട്ടുമെത്തകളെ പുറത്തു കൊണ്ടുപോയി കുടഞ്ഞ് വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീടിനകത്തെ പൊടിയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ 3 മാസം കൂടുമ്പോഴും ഫിൽറ്ററുകൾ മാറ്റുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ പൊടിയുടെ അളവ് ഗണ്യമാം വിധം കുറയും. ഉപയോഗിച്ച് കളയാവുന്ന വിലക്കുറഞ്ഞ ഫിൽറ്ററുകളെ ഉപയോഗിക്കുകയും എല്ലാ 30 ദിവസം കൂടുമ്പോഴും അവയെ മാറ്റുകയും ചെയ്യുക. നിങ്ങളുടെ ഫർണിച്ചറുകളുടെ സമീപമുള്ള സ്ഥലമെല്ലാം വാക്യൂം ചെയ്യുന്നതും പൊടിയെ തുരത്താൻ നല്ലതാണ്. വീട്ടിൽ ഇങ്ങനെ അധികമായി പൊടിയും മറ്റും അടിഞ്ഞു കൂടിയാൽ അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെറിയ കുട്ടികളിൽ ജലദോഷം, അലർജി പെട്ടെന്ന് ഉളവാക്കുകയും ചെയ്യുന്നു. അതിനാൽ വീട്ടിലെ ഉപകരണങ്ങളും വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഭാഗവും എല്ലാ മുറികളും വൃത്തിയായി സൂക്ഷിക്കുക. അതിനാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.